ആവേശത്തോടെ തൻ്റെ ശരീരത്തിലേക്ക് പടർന്നു കയറുന്നവനെ കണ്ണിൽ കത്തുന്ന കാമത്തോടെ കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിച്ചവൾ. വന്യമായൊരു ഇണചേരൽ. പ്രണയത്തിനോ സ്നേഹത്തിനോ സ്ഥാനം ഇല്ലാത്തൊരിടം. ആരും മോഹിച്ചു പോകുന്നവനോട് തോന്നുന്ന അഭിനിവേശം. ഒരു മൃഗം കടിച്ചു കുടയുന്നത് പോലെ തന്നെ ഭോഗിക്കുന്നവൻ. വല്ലാത്തൊരു ലഹരിയായിരുന്നു ഇരുവർക്കും. മണിക്കൂറുകൾ നീണ്ട വീഴ്ചകൾക്കൊടുവിൽ കിതച്ചുകൊണ്ട് അവൻ തളർന്ന് വീഴുമ്പോൾ പുറത്ത് പടർന്നു കിടക്കുന്ന ഈഗിൾ ടാറ്റുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുട്ടികൾക്ക് പോലും അവൻ നൽകുന്ന വശ്യതയേറെയായിരുന്നു. അത്രനേരം ശരീരത്തിലേക്ക് ചേർന്ന് പരസ്പരം പങ്കുവെച്ചവൻ താഴെ കിടക്കുന്ന പെണ്ണുടലിനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി. അതവളിൽ നീരസം തീർത്തെങ്കിലും അവനുള്ള ഭയം കാണാൻ മൗനം പാലിച്ചതേയുള്ളൂ. ഒരു യാത്രയ്ക്ക് വേണ്ടി മാസങ്ങളായി താൻ പുറകെ നടക്കുന്നവൻ അവൻ്റെ കണ്ണിൽ തന്നുള്ള മോഹം നിറയാൻ വേണ്ടി എത്ര തവണ ആ മുന്നിൽ ചെന്നിരിക്കുന്നു. ഇപ്പോഴാണ് ഒരവസരം വന്നതുപോലും. പക്ഷേ ആ കണ്ണിൽ മോഹമില്ല, ഇഷ്ടമില്ല, പുച്ഛം മാത്രം. കുളിച്ച് ഫ്രഷായി ഒരു ടവലിൽ മാത്രം ഉടുത്തു വരുന്നവനെ ഇമച്ചി മതം നോക്കിക്കിടന്നവൾ. താനെന്നൊരു വ്യക്തിയെ അവിടെ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെയുള്ള അവൻ്റെ പ്രവർത്തികൾ. ഡ്രസ്സ് മാറി റൂമിൻ്റെ വാതിൽ തുറന്ന് പോയവനെ വല്ലാത്തൊരു നിരാശയോടെ നോക്കിയവൾ. DM ഗ്രൂപ്പ്സ് ഒരിക്കൽ മുംബൈ അടക്കി ഭരിച്ചിരുന്ന ബിസിനസ് ഗ്രൂപ്പ്. അതിൻ്റെ സാരഥി ദേവ് മഹേന്ദ്രൻ. 50 വയസ്സിലും ഒരു യുവാവിൻ്റെ തലയെടുപ്പോടെ കരുക്കൾ നിൽക്കുന്ന മനുഷ്യൻ. തൻ്റെ നേട്ടങ്ങൾക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്നതിനെ എല്ലാം അതിനെ ചെറുപുൽക്കൊടിയാണെങ്കിൽ പോലും വെട്ടിമാറ്റിയെ മുന്നേറിയ അയാൾ 23 വയസ്സ് മാത്രം ഉള്ളൊരുവിൻ്റെ കൂർമ്മബുദ്ധിക്ക് മുന്നിൽ, അവൻ്റെ ശക്തിക്ക് മുന്നിൽ അടിപതറിപ്പോയി. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന DM ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസ് തകർന്നു. അല്ല, അവൻ തകർത്ത് കളഞ്ഞു. ഒരു ആക്സിഡന്റ് രൂപത്തിൽ ദേവ് മഹേന്ദ്രന് തൻ്റെ ജീവൻ കൂടി നഷ്ടമായതും DM ഗ്രൂപ്പ്സ് വിൽക്കുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക്. ബിസിനസ്സിൻ്റെ തകർച്ചയും അച്ഛൻ്റെ മഠവും അറിഞ്ഞ് വിദേശത്തായിരുന്ന ഇദ്ദേഹത്തിൻ്റെ മകൻ ത്രിലോക് മഹേന്ദ്രൻ നാട്ടിലെത്തുമ്പോഴേക്കും DM ഗ്രൂപ്പ്സ് മറ്റൊരുവൻ സ്വന്തമാക്കിയിരുന്നു. പിന്നീട് അങ്ങോട്ട് ത്രിലോകിനെ ഭരിച്ചത് പകയും വിദ്വേഷവുമായിരുന്നു. അച്ഛൻ്റെ മരണശേഷം അമ്മ സ്വന്തം ചെറിയച്ഛനെ തന്നെ വിവാഹം കഴിച്ചതും എല്ലാം അവനെ തകർത്തു. ഒടുക്കം പ്രാണനെ പോലെ സ്നേഹിച്ച അനിയത്തി കൂടി കൺമുന്നിൽ അച്ഛന് സ്ഥാനമുള്ള ആൾക്കൊപ്പം ഒരു ഏട്ടനും സഹിക്കാനാവാത്ത സാഹചര്യത്തിൽ കൂടി കാണേണ്ടി വന്നതും ത്രിലോകിൻ്റെ തകർച്ച പൂർണ്ണമായി. ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം ഉപേക്ഷിച്ച അവനും സ്വതന്ത്രനായി. അച്ഛൻ നഷ്ടപ്പെടുത്തിയതെല്ലാം തിരിച്ചെടുക്കാനുള്ള വാശി, പക. അപ്പോഴും DM ഗ്രൂപ്പ്സ് DD ഗ്രൂപ്പ്സുമായി മാറിയതും ഡെവിൾ ഡോൺ വളരെ പെട്ടെന്ന് വളർന്നു വന്ന ബിസിനസ് സാമ്രാജ്യം. മുംബൈ തന്നെ അവൻ്റെ കീഴിലായതും ത്രിലോകിൻ്റെ പക ഏറി. പിന്നീട് നടന്നത് ഒരു മത്സരമായിരുന്നു. തുല്യശക്തികൾ തമ്മിലുള്ള മത്സരം. തൻ്റെ കയ്യിലുള്ള സമ്പാദ്യം ഉപയോഗിച്ച് ത്രിലോക് വീണ്ടും DM ഗ്രൂപ്പ്സ് സ്റ്റാർട്ട് ചെയ്തു. ജീവിതം ആസ്വദിച്ച് നടക്കേണ്ട 2 ചെറുപ്പക്കാർ. പകയും വാശിയും ക്രൂരതയും കൈമുതലാക്കിയവർ. മുംബൈ തന്നെ അവിടെ കീഴിലാണിന്ന്. ദ ഗ്രേറ്റ് ഡെവിൾ ആൻഡ് ഹെവൽസ് വില്ലൻസ്. അമ്മയോടും അനിയത്തിയോടുമുള്ള വെറുപ്പും ദേഷ്യവും അവന് പെണ്ണതിനോടുള്ള ചിന്താഗതി തന്നെ മാറിയിരുന്നു. ഉപയോഗിച്ച് ഉപേക്ഷിച്ച് കളയാൻ പറ്റിയ വസ്തു. അവന് മുന്നിൽ വരുന്നവരും അതുപോലെയുള്ളവരായിരുന്നു. ഒന്നെങ്കിൽ പണം, അല്ലെങ്കിൽ അവരെന്ന പുരുഷനോടുള്ള മോഹം. ശിവയും ലോകനെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്ന ഒരേ ഒരു കാര്യം അതാണ്. സാർ, മുംബൈ ഓഫീസിൻ്റെ ബാൽക്കണിയിൽ നിന്നും ദൂരേക്ക് മിഴികൾ പായിച്ചു നിൽക്കുന്നവന് അരികിലേക്കായി വന്നുകൊണ്ട് കിഷോർ വിളിച്ചതും അതേ നിൽപ്പ് തുടർന്നവൻ. അതിൽ പുതുമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വന്ന കാര്യത്തിലേക്ക് കടന്നു കിഷോർ. സാർ, കേരളത്തിൽ നിന്നും ഒരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് ഉണ്ട്. കേരളം എന്ന് കേട്ടതും അതാരെക്കുറിച്ചായിരിക്കുമെന്ന് ലോകിനറിയാം. 1 വർഷമായി കേരളത്തിൽ തുടരുന്നവന് ചുറ്റും തൻ്റെ ആളുകളുമുണ്ട്. അവൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ. പറയൂ കിഷോർ. സാർ, ഡെവിൾ ഈസ് ഇൻ ലവ്. വാട്ട്? വിശ്വസിക്കാനാവാതെ ചോദിച്ചു പോയവൻ. വാട്ട്? ആർ യു കിഡിങ്? ശിവദർശന് പ്രണയമോ? ഇമ്പോസിബിൾ. ലോകിൻ്റെ മിഴികളിൽ അവിശ്വസനീയത നിറഞ്ഞു. സത്യമാണ് സാർ. റോഷനും ടീമും വ്യക്തമായിട്ട് അന്വേഷിച്ചു. ഇതിലെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഷീ ഈസ് ഹിസ് വൈഫ്. അവിടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വീക്ക് ആവുന്നു. കിഷോർ അറിഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ലോകിനോട് പറയുമ്പോൾ അവൻ്റെ മിഴികൾ അത്ഭുതത്തോടെയും കൗശലത്തോടെയും തിളങ്ങി. വാട്ട് വാസ് ഹെർ നെയിം? വേദ. വേദലക്ഷ്മി. തുമ്പി എന്ന് വിളിക്കും. അവരുടെ തന്നെ കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം സ്ട്രോങ് ആൻഡ് പവർഫുൾ ആണ് സാർ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കൊച്ചുമകളാണ്. പിന്നെ അച്ഛൻ മഹാദേവൻ ഇന്ത്യൻ ആർമിയിലാണ്. അമ്മ വാസുകി അയ്യർ സുപ്രീം കോർട്ടിൽ അഡ്വക്കേറ്റ്. ബ്രദർ ദേവൻഷ് ആർമിയിൽ ക്യാപ്റ്റനാണ്. ഇല്ലിക്കൽ ഗ്രൂപ്പ്സ് ഇന്ത്യ ഒന്നാകെ അറിയപ്പെടുന്ന ഫാമിലിയാണ്. ഇവരുടെ തറവാട്ടിലെ ഏക പെൺകുട്ടിയാണ് വേദ. അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. അത് വിവരമറിയിക്കാൻ വൈകിയത്. ആക്ടർ ദേവശങ്കറിൻ്റെ അനീതി കൂടിയാണ്. ആ കുട്ടിയുടെ സേഫ്റ്റിയെ മുൻനിർത്തി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും
ഫോട്ടോസ് പോലുമില്ല. ഇത് ഇന്ന് നൈറ്റ് അവർ ഒന്നിച്ച് കോളേജിൽ വന്നപ്പോൾ എടുത്തതാണ്. കയ്യിലെ ഫോട്ടോഗ്രാഫ്സ് ലോഗിന് നേരെ നീട്ടി കിഷോർ പറഞ്ഞു നിർത്തി. ആദ്യത്തെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവൻ്റെ മിഴികളിൽ അത്ഭുതം നിറഞ്ഞു. കോളേജിൽ വെച്ച് തുമ്പിയുടെ കവിളിൽ അമർത്തി ചുംബിക്കുന്ന ശിവ. തുമ്പിയുടെ മുഖം വ്യക്തമല്ലാത്തൊരു ചിത്രം. എന്നാൽ ലോകിൻ്റെ മിഴികൾ പാഞ്ഞത് മുഴുവനും ശിവയുടെ കണ്ണുകളിൽ നിറയുന്ന ഭാവത്തിലേക്കായിരുന്നു. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി നിൽക്കുന്നവൻ ഡേവിളിൻ്റെ റൊമാൻറ്റിക് വേർഷനായിട്ട് കാണുന്നതിൻ്റെ അമ്പരപ്പ് ലോകിൽ നിറഞ്ഞു. അടുത്ത ചിത്രത്തിലേക്ക് മിഴികൾ ചെന്നതും ആ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന അതിസുന്ദരിയായ പെൺകുട്ടി വല്ലാത്തൊരു ഭാവത്തോടെ അവൻ്റെ മിഴികൾ അവളുടെ ചിത്രങ്ങളുടെ ഒഴുകി നടന്നു. നീലസാഗരം പോലുള്ള അവളുടെ മിഴികളിൽ അവൻ്റെ കാപ്പിക്കണ്ണുകൾ തങ്ങി നിന്നു. ഷീസ് ബ്യൂട്ടിഫുൾ ലൈക്ക് ആൻ ഏഞ്ചൽ. തുമ്പിയുടെ വിടർന്ന ചുണ്ടുകളിൽ അവൻ്റെ വിരലുകൾ വല്ലാത്തൊരു കൊതിയോടെ പാഞ്ഞു. കിഷോറിന് ഭയമാണ് തോന്നിയത്. ലോകിൻ്റെ ബെഡ്റൂമിൽ എത്തുന്ന എല്ലാ പെൺകുട്ടികളെ പോലെയല്ല ഇവൾ. ഒരുവൻ്റെ ഭ്രാന്താണ്. അവൻ്റെ മുഖം ഓർക്കും തോറും ഭയമെന്ന വികാരം ഉടലിനെ ഒന്നാക്കിയൊരു വ്യാളിയെപ്പോലെ വിഴുങ്ങുന്നത് കിഷോർ അറിഞ്ഞു. സാർ, കിഷോർ വീണ്ടും വിളിച്ചപ്പോഴാണ് അവൻ തുമ്പിയുടെ ചിത്രത്തിൽ നിന്നും കണ്ണുകൾ മാറ്റുന്നത്. അറേഞ്ച് ദ ഫ്ലൈറ്റ് കിഷോർ, ഐ വാണ്ട് ടു സീ ഹർ. സാർ, അത് ഡു വാട്ട് ഐ സേ. അവൻ്റെ അലർച്ച മുഴങ്ങിയതും മറുത്തൊന്നും പറയാതെ കിഷോർ തിരിച്ചുപോയി. അത് കണ്ടതും ലോക്ക് തൻ്റെ കയ്യിലിരിക്കുന്ന തുമ്പിയുടെ ഫോട്ടോയിലേക്ക് ഒരു പുഞ്ചിരിയോടെ നോക്കി. ഐ ആം കമ്മിങ് ബേബി പറഞ്ഞു നിർത്തവേ അവനിൽ വശ്യമായി പുഞ്ചിരി വിരിഞ്ഞു. രാത്രിയായതും രണ്ടുപേരും ബാൽക്കണിയിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഒരു ഉറക്കം കഴിഞ്ഞുകൊണ്ട് ശിവയ്ക്ക് പിന്നെ ഉറക്കമൊന്നുമില്ല. തുമ്പിക്ക് പതിവ് പോലെ സങ്കടമാണ്. എത്രയ്ക്ക് വാശി കാണിച്ചാലും ഏട്ടന്മാരുടെ സ്നേഹം സങ്കടമായി പുറത്തു വന്നു പോകും. അവളുടെ കണ്ണു നിറയുന്നത് അവന് ദേഷ്യമുള്ള കാര്യമാണെങ്കിലും വഴക്കൊന്നും പറയാതെ ചേർത്ത് പിടിക്കും. നിലത്തുള്ള മാറ്റിലിരിക്കുന്ന ശിവയുടെ നെഞ്ചിലേക്ക് ചാരിയവൻ്റെ മടിയിലെന്ന പോലെയാണ് തുമ്പിയുടെ ഇരുത്തം. അവൻ്റെ കൈകൾ പുറകിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു വെച്ചു. ഇടയ്ക്കിടയ്ക്ക് പെണ്ണിൻ്റെ കഴുത്തിൽ മുഖം വെച്ച് ചുണ്ടമർത്തും. തുമ്പി വിറച്ചുകൊണ്ട് കഴുത്ത് വെട്ടിക്കുമ്പോൾ വല്ലാത്തൊരു കൊതി തോന്നും അവന്. അവളെ വിറയലിനോട് പോലും തോന്നുന്ന മോഹം. ദർശ, എന്താ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നേ? എങ്ങനെ കഴുത്തിൽ ഇങ്ങനെ മുഖം വയ്ക്കുന്നേ? നിന്റെ കഴുത്ത് കാണാൻ നല്ല ഭംഗിയാണ് വേദ. വിരൽ കൊണ്ട് അവളുടെ കഴുത്തിൽ മെല്ലെ തഴുകി വിട്ടവൻ തുമ്പിയുടെ മിഴികൾ കൂമ്പിയടഞ്ഞു. വെണ്ണ പോലെ പതിയെ അവിടെ ചുണ്ട് ചേർത്തവൻ തുമ്പിയുടെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു. ഉള്ളിൽ നിറയുന്ന വികാരത്തെ അടക്കി നിർത്താനാവാതെ കുഞ്ഞൊരു തൂവൽ പോലെ കാതിൽ പതിയെ ചുംബിച്ചുകൊണ്ട് പറയുന്നവൻ. നെഞ്ചിലെന്തോ വന്ന് തറച്ചതുപോലെ അവൾ പെടഞ്ഞു. കണ്ണുകൾ ഉന്മാദത്തോടെ കൂമ്പിയടഞ്ഞു. ശരിക്കും പഞ്ഞികൾ തൊട്ടതുപോലെയാ വേദ നിന്നെ തൊടുമ്പോൾ. ഒരു ക്യൂട്ട് പപ്പി പോലെ. ഈ തവണ പെണ്ണെന്ന് മിഴിച്ചു നോക്കി. ഇങ്ങനെ നോക്കല്ലേ ഭാര്യയെ, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. കള്ളച്ചിയോടെ പറയുന്നവൻ തുമ്പിക്ക് ചിരി വന്നു. അവൻ്റെ ചിരി കാണുമ്പോൾ മനസ്സ് നിറയുന്നത് പോലെയാണ്. കുറുമ്പുള്ള ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു തുമ്പിക്ക് അവളുടെ ദർശൻ. അവൻ്റെ ഓരോ കുഞ്ഞു ഭാവത്തിനോടും പ്രണയവും വാത്സല്യവും ഒരുപോലെ തോന്നിപ്പോകും. നീ ഒരു പാട്ട് പാടുത്താ ദർശ. എക്സ്ക്യൂസ് മീ, പാടുന്നേ. ഞാനോ? നോ വേ. എനിക്ക് വേണ്ടി പ്ലീസ്. എനിക്ക് പാടാൻ അറിയില്ല. എൻ്റെ കുഞ്ഞിച്ചക്കനല്ലേ, ഒരു പാട്ട് പ്ലീസ്, ഞാനല്ലേ കേൾക്കൂ. പെണ്ണ് വീണ്ടും ചിണങ്ങി. പിന്നെ കവിൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് അവന് ചിരിച്ചു. ഏത് പാട്ട് വേണം നിനക്ക്? നിനക്ക് എന്താണോ ഇപ്പോൾ എന്നോട് പറയാൻ തോന്നുന്നത് അതുപോലൊരു പാട്ട്. വിടർന്ന മിഴികളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. ശിവ കുറച്ചു നേരം അവളെ ഉറ്റു നോക്കിയിരുന്നു. കുഞ്ഞിക്കണ്ണിൽ മിന്നുന്ന നക്ഷത്രം. വല്ലാത്തൊരു തിളക്കമാണ് അവളുടെ മിഴികൾക്ക്. തന്നെ അകപ്പെടുത്തുന്ന ചുഴി പോലെ. ഒരിക്കൽ അകപ്പെട്ടു പോയാൽ തിരികെ വരാൻ ആവാത്ത പോലെ. നീയുറങ്ങുമോളമെന്നും ഞാനുറങ്ങിയില്ലല്ലോ, നീ ഉണർന്നു നോക്കുമ്പോഴും നിന്റെ കൂടെയുണ്ടല്ലോ. കസ്തൂരിമാനെ തേടുന്നതാരെ നീ, നിന്നിലെ ഗന്ധം തേടുന്നതെന്നു നീ. ഓമനെ കൺ തുറക്കൂ, എന്നോമനെ കൺ തുറക്കൂ. ഹൃദയസഖി സ്നേഹമയി, ആത്മസഖി അനുരാഗമയി, എന്തിനു നിന്നും വരമിനിയും, എന്തിനു നിന്നോകളിനിയും. ശിവ പാടി നിർത്തുമ്പോഴേക്കും തുമ്പി വിടർന്ന മിഴികളോടെ അവനെ നോക്കി.
ദർശ, എന്ത് രസ കേൾക്കാൻ. ഇതാണോ പാടാൻ അറിയില്ലെന്ന് പറഞ്ഞേ? അവളൊന്ന് ഉയർന്ന അവൻ്റെ നെറുകയിൽ ചുണ്ടമർത്തി. അല്ലെങ്കിലും എൻ്റെ ദർശൻ ഏറ്റവും ബെസ്റ്റാണ്. അവൻ്റെ കവളിൽ മാറി മാറി ഉമ്മ വെച്ചു. അവൻ്റെ ഒരു ചിരിയുടെ അവൾക്കായി വിട്ടുകൊടുത്തതായിരുന്നു സ്വയം. അനാഥനെന്നും ഭ്രാന്തനെന്നും തന്തയില്ലാത്തവൻ എന്നും പറഞ്ഞ് മാറ്റി നിർത്തിയവർക്കിടയിൽ ഇവൾക്ക് മാത്രം താൻ ബെസ്റ്റാണ്. നിന്നെ എങ്ങനെയാ പെണ്ണേ ഇനി ഞാൻ സ്നേഹിക്കേണ്ടത്? ഹൃദയം അവളോട് ചോദിക്കുന്ന പോലെ. വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് കൊഞ്ചിച്ചും പരിഭവിച്ചും തുമ്പി അവൻ്റെ നെഞ്ചോട് ചേർന്ന് ഉറങ്ങിപ്പോയിരുന്നു. അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവളോട് പറയാനുള്ളതാണ് ആ വരികൾ മുഴുവനും. ഉള്ളിൽ എവിടെയോ കുഞ്ഞൊരു ഭയമുണ്ട്. ഒന്നിനെയും ഭയമില്ലാത്തവന് ആദ്യമായി തോന്നുന്ന ഭയം. താൻ ആരെന്നും അവൾ തിരിച്ചറിയുന്ന നിമിഷത്തിനോടുമുള്ള ഭയം. പക്ഷെ ഒന്നുറപ്പാണ്, തന്നിൽ നിന്നും ഇനിയൊരു മടക്കം വേദക്കില്ലെന്ന്. വാശിയോടെ അവൻ ഒരിക്കൽ കൂടി അവളെ ചേർത്ത് പിടിച്ചു. കോളേജിലെത്തിയതും പതിവ് പോലെ പെണ്ണിൻ്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് ക്ലാസ്സിലേക്ക് കയറിയവൻ അവളൊരു ചിരിയോടെ അത് നോക്കി നിന്നു. അതേ, ആരോ വിളിച്ചതും കേട്ടതും തുമ്പി ഒന്ന് തിരിഞ്ഞു നോക്കി. അരികിലേക്ക് വരുന്ന 2 പെൺകുട്ടികളെ കാണി കാര്യം എന്തെന്നറിയാനായി ഒരു നിമിഷം നിന്നവൾ. അത് കുട്ടിക്ക് ആയുഷേട്ടനുമായിട്ട് എന്താ ബന്ധം? അലീനയാണ് ചോദിച്ചത്. മീന് തുമ്പിയെ തന്നെ നോക്കി നിൽപ്പായിരുന്നു. കണ്ണുകൾ പറിച്ചു മാറ്റാൻ തോന്നാത്തത്ര സൗന്ദര്യമുള്ളൊരുവൾ. ഒട്ടൊരു കുശുമ്പോടെ തുമ്പിയത്തിനെ അവൾ നോക്കി നിന്നു. തുമ്പിയണിൽ കുറച്ചു നേരം ഒന്നും മനസ്സിലാവാതെ നിന്നു. വേറെയൊന്നുമല്ല, ആയുഷ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കലങ്ങിയില്ല. എന്താ ചേച്ചി കാര്യം? അവരോട് മുഷിയ തന്നെ മറുചോദ്യം ചോദിച്ചവൾ. ഈ തവണ മീനു അവൾ ദേഷ്യത്തോടെ നോക്കി. കുട്ടി, ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറ. മീനുവിൻ്റെ ദേഷ്യത്തോടുള്ള ചോദ്യം കേട്ടും അലീന അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. മറ്റൊന്നുമല്ല, മുന്നിൽ നിൽക്കുന്നവളുടെയാണ് കോളേജ്. ചിലപ്പോൾ പഠിത്തം പോലും മുടങ്ങും. തുമ്പിക്കാണിൽ ഏതാണ്ട് കാര്യമൊക്കെ മനസ്സിലായി. വെറുതെ ഒരു പെണ്ണ് ദേഷ്യപ്പെടില്ലല്ലോ. തുമ്പി കൈ കെട്ടി 2 പേരെയും മാറി മാറി നോക്കി. പെട്ടെന്ന് അലീനയുടെയും മീനുവിൻ്റെയും മുഖം ഒന്ന് പതറുകയും കുഞ്ഞൊരു പേടിയുടെ പരസ്പരം നോക്കുകയും ചെയ്യുന്നത് കാണി തുമ്പി അവരെ സംശയത്തോടെ നോക്കി. എന്നാൽ അവിടെ നോട്ടം തൻ്റെ പുറകിലേക്കാണ്. തുമ്പി കാര്യം അറിയാനായി തിരിയുന്നതിന് മുൻപ് തന്നെ പുറകിലൂടെ ഒരുത്തൻ വന്നവളെ ഇടുപ്പിലൂടെ ചുറ്റി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒന്ന് ഞെട്ടിയെങ്കിലും ഒരു ചിരിയോടെ അവനോട് ഒട്ടി തുമ്പി. എന്താ ക്ലാസ്സിൽ പോവാതെ? ശിവ അവളിൽ മാത്രം മിഴികൾ ഉറപ്പിച്ച് ചോദിച്ചതും തുമ്പിയുടെ നോട്ടം മുന്നിൽ നിൽക്കുന്നവരിലേക്കായി. ഇപ്പോൾ ശിവയുടെയും. അവിടെ സംശയത്തോടെ കണ്ണുകൾ ചുരുങ്ങി. എന്താ, നിങ്ങൾ സീനിയേഴ്സാണോ? അതെ, അലീനയാണ് മറുപടി കൊടുത്തത്. മീനുവിന് സങ്കടമാണ് തോന്നിയത്. അവന് താൻ ആരാണെന്ന് പോലും ഓർമ്മയില്ല. സ്വയം ഒരു വീട്ടിയായ പോലെ. എന്താ വേദ? അത് ഇവർക്ക് ഞാനും നീയുമായുള്ള റിലേഷൻ എന്താണെന്നറിയണം. തുമ്പിയുടെ ഉള്ളിൽ കുറച്ച് കുശുമ്പില്ലേ? സ്വാഭാവികം, ഒരു പെണ്ണും സഹിക്കില്ല സ്വന്തം ചെക്കനെ വേറൊരാൾ പ്രണയത്തോട് നോക്കുന്നത്. അപ്പോൾ ഭർത്താവിനെയാണ് നോക്കുന്നതെങ്കിലോ? വേദ ഭദ്രയാകും. വാട്ട്? ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? ശിവയുടെ ചോദ്യത്തിൽ ഇരുവരും ഒന്ന് പതറി. ദേഷ്യം വന്നാൽ ആണാണോ പെണ്ണാണോ എന്ന് നോക്കാത്തവനാണ്. ക്യൂട്ട്നെസ് മുഖത്ത് മാത്രമേ ഉള്ളൂ, സ്വഭാവത്തിൽ തീരെയില്ല. അത് വെറുതെ. അലീന നിന്ന് വിക്കി. ശിവയുടെ നോട്ടത്തിൽ ഗൗരവം കൂടിക്കലർന്നതും 2 പേരും എന്തു പറയണം എന്നറിയാത്ത അവസ്ഥയിലായി. ചേച്ചി, തുമ്പിയാണ്. 2 പേരും അവളെ നോക്കി. ഒപ്പം അവനും. ഇവൻ എൻ്റെ ആരാണെന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്? എൻ്റെയാണ്, എൻ്റെ മാത്രം. ഇനി റിലേഷനാണ് അറിയേണ്ടതെങ്കിൽ ഹീസ് മൈ ഹസ്ബൻഡ്. ഞാൻ അവൻ്റെ ഭാര്യയാണ്. അത്രയും ഉറപ്പോടെയുള്ള വാക്കുകൾ 2 പേരും നന്നായി തന്നെ ഞെട്ടി. മീനു അരികിൽ നിൽക്കുന്നവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. തുമ്പിക്ക് അവളോട് സഹതാപമാണ് തോന്നിയത്. ആർക്കും ആരോടും തോന്നാവുന്ന ഒരിഷ്ടം, അട്രാക്ഷൻ എന്തുമാകാം. പറയാതെ പോന്നാൽ അവർക്കതൊരു പ്രതീക്ഷയാകും. വേദനിക്കേണ്ടി വരും. ശിവ ആ നിമിഷങ്ങളിലൊക്കെയും തുമ്പിപ്പെണ്ണെ ഇമശിമാതെ നോക്കി നിൽപ്പാണ്. അവകാശത്തോടെ തന്നെ നെഞ്ചോട് ചേർന്നിന്ന് താൻ അവളുടെയാണെന്ന് പറയുമ്പോൾ ആ നിമിഷം അവളെ കൊണ്ട് എവിടേക്കെങ്കിലും ഓടിപ്പോവാനാണ് അവന് തോന്നിയത്. ആരും ഒന്നും അവളെ കാണാതെ പൊതിഞ്ഞു പിടിക്കാൻ. പ്രണയം അത് മാത്രം ലഹരിയായി അവനിൽ നിറഞ്ഞു. മറ്റൊന്നും അവൻ കാണുന്നു പോലും ഉണ്ടായിരുന്നില്ല. എന്താ എന്താ അല്ല ഇവിടെ നിൽക്കുന്നത് എന്താന്ന്? ക്ലാസ്സിൽ പോണില്ലേ നീ? തുമ്പി ഗൗരവത്തിലാണ്. അലീനയും മീനുവും പോയിട്ടും അതേ നിൽക്കുവാണ് ചെക്കൻ. തുമ്പി അവനെ കൂർപ്പിച്ചു നോക്കി. അവിടെ കള്ളച്ചിരിയാണ്, അവളെ മയക്കുന്ന കുറുമ്പ് നിറഞ്ഞ ചിരി, വേദയ്ക്ക് അടങ്ങാത്ത പ്രണയം തോന്നുന്ന പുഞ്ചിരി. ഇന്ന് ലീവ് ആക്കിയാലോ എന്നാ? മുഖം കുനിച്ചിടയ്ക്ക് കള്ളനോട്ടം ഇട്ട് പറയുന്നവനെ വന്ന ചിരി ഒതുക്കി നിർത്തി ചോദിച്ചവൾ. ഒന്ന് ചിരിച്ചു പോയാൽ അവന് ക്ലാസ്സിൽ കയറില്ല, തന്നെയും കയറ്റില്ല എന്നുറപ്പായിരുന്നു തുമ്പിക്ക്. ഒന്നും മിണ്ടാതെ തുമ്പി മുന്നോട്ട് നടന്നതും ശിവ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ഇന്നുകൂടി പ്ലീസ്. ഈ ചെക്കൻ. കൂറുമ്പോടെ ചിരിക്കുന്നവനെ തലയിൽ കൈവച്ച് നോക്കി ഇന്നവൾ.